1990-കളുടെ തുടക്കം ഈ സ്വാതന്ത്ര്യാനന്തര ക്രൊയേഷ്യൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഒരു സമയമാണ്. അങ്ങനെ ഈ സെർബ് വംശജർ നിറഞ്ഞിട്ടുള്ള ഈ യുഗോസ്ലാവിയൻ ആർമി ക്രൊയേഷ്യൻ ജനതയെ ഭയങ്കര പൈശാചികമായിട്ട് വേട്ടയാടുന്ന ഒരു സമയത്ത് സ്വന്തം മുത്തശ്ശനെയും വീടും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ലൂക്കിയും കുടുംബവും അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ചേക്കേറുകയാണ്. അങ്ങനെ അഭയാർത്ഥി ക്യാമ്പുകളായിട്ട് കൺസിഡർ ചെയ്യുന്ന സഡാർ നഗരത്തിലെ കൊളോറ ഹോട്ടലിൽ തമാശയ്ക്ക് പന്ത് തട്ടി കളിക്കുമ്പോൾ ആ 6 വയസ്സുകാരൻ പയ്യൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരിക്കൽ ഫുട്ബോൾ എന്ന് പറയുന്ന കളിച്ച് കരിയർ നിർത്തുമ്പോൾ താൻ ഈ സ്പോർട്സ് കണ്ട ഏറ്റവും മികച്ച മധ്യനിര താരങ്ങളുടെ ഒരാളായിട്ട് മാറുമെന്ന്. അല്ലെങ്കിൽ ഏതൊരു അവേ മൈതാനത്ത് പോകുമ്പോഴും അവിടുത്തെ അവേ ഫാൻസ് തനിക്ക് വേണ്ടി സ്റ്റാൻഡിങ് ഒവേഷൻ തരുമെന്ന്. ക്രൊയേഷ്യ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്തിന് വേണ്ടി താൻ തൻ്റെ അവസാനത്തെ വേൾഡ് കപ്പ് മത്സരം കളിക്കുമ്പോൾ ലോകത്ത് കോടിക്കണക്കിന് ആൾക്കാർ കണ്ണീര് പൊഴിക്കുന്ന അവരുടെ സ്വന്തം ലൂക്കീറ്റ എന്ന ലൂക്ക മോഡ്രിച്ച് ആയിട്ട് മാറുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. ക്രൊയേഷ്യൻ ക്ലബ്ബ് ഡൈനാമോ സാഗ്രബിന് വേണ്ടിയിട്ടാണ് ലൂക്ക മോഡ്രിച്ച് ആദ്യമായിട്ട് പന്ത് കെട്ടി തുറക്കുന്നത് പ്രൊഫഷണലി. അങ്ങനെ ആ ടീം കളിക്കുന്ന സമയത്ത് തന്നെ 2006 ക്രൊയേഷ്യൻ്റെ വേൾഡ് കപ്പ് ടീമിലേക്കും ഗോൾ കിട്ടി. പക്ഷെ 2008 പ്രീമിയർ ലീഗ് വമ്പന്മാരായിട്ടുള്ള ടോട്ടനം ഹോട്ട്സ്പറിലേക്കുള്ള ട്രാൻസ്ഫറാണ് ലൂക്ക മോഡ്രിച്ചിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ട്രാൻസ്ഫറുകളിലൊന്ന്. പക്ഷെ ടോട്ടനത്തിൽ കളിക്കുമ്പോഴും ലൂക്ക മോഡ്രിച്ച് എന്ന് പറയുന്നത് അനേകം ഫുട്ബോൾ കളിക്കാരിൽ ഒരു കളിക്കാരൻ മാത്രമായിട്ട് മാറി. ഒരു എക്സെപ്ഷൻ എന്നുള്ള ലെവലിലേക്ക് വരാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ 2012 റയൽ മാഡ്രിഡിന്റെ മാനേജറായിട്ടുള്ള ജോസെ മൗറിഞ്ഞോന്റെ വാശിക്ക് ടോട്ടനം ഹോട്ട്സ്പറിൽ നിന്ന് 30 മില്യൺ പൗണ്ട്സിന് റയൽ മാഡ്രിഡ് ലൂക്ക മോഡ്രിച്ചിനെ സ്വന്തമാക്കുകയാണ്. ഒരുപക്ഷെ ചെൽസിയിൽ മാനേജറായിട്ടിരുന്ന സമയത്ത് ടോട്ടനത്തിന് വേണ്ടി മോഡ്രിച്ച് കളിക്കുന്നത് കണ്ടുകൊണ്ടാവാം മൗറിഞ്ഞോ അത്രത്തോളം വാശി പിടിച്ചത്. അങ്ങനെ മൗറിഞ്ഞോന്റെ സീസണിലേക്ക് മോഡ്രിച്ച് വരികയാണ്. ബട്ട് ഫസ്റ്റ് സീസൺ, അതായത് 2012-13 സീസൺ, ആ സീസണിൽ വേണ്ട രീതിയിൽ താളം കണ്ടെത്താൻ ലൂക്ക മോഡ്രിച്ചിന് സാധിക്കുന്നില്ല. അങ്ങനെ 2012-13 സീസണിന്റെ അവസാനത്തിൽ സ്പെയിനിലെ ഏറ്റവും വലിയ മാധ്യമമായിട്ടുള്ള മാർക്ക പുറത്തിറക്കിയ വേഴ്സ്റ്റ് പ്ലെയർ ഓഫ് ദ സീസൺ എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിട്ട് ലൂക്ക മോഡ്രിച്ച് ആണ് ഒന്നാമത് വന്നത്. അതായത് സീസണിലെ ഏറ്റവും മോശം സൈനിങ് എന്ന് പറയുന്നത് ലൂക്ക മോഡ്രിച്ചിന്റെ ആണെന്നുള്ളത് സ്പെയിനിലെ ആരാധകരും മാഴ്സ എന്ന് പറയുന്ന പത്രവും കൂടെ തീരുമാനിച്ചു. പിന്നീട് ലൂക്ക മോഡ്രിച്ച് എന്ന് പറയുന്ന കളിക്കാരന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു അബ്സല്യൂട്ട് പോയട്രി എന്ന് പറയേണ്ടി വരും. മാധ്യമങ്ങൾ എഴുതി തള്ളിയ ആ ഒരു 28-27 വയസ്സുകാരൻ പിന്നീട് അവിടുന്ന് തൻ്റെ ഫുട്ബോളിംഗ് കരിയറിൽ തന്നെ പുതിയ ചരിത്രം രചിക്കുകയാണ്. ആ ചരിത്രം എന്ന് പറയുന്നത് മോഡേൺ ഫുട്ബോളിൽ റയൽ മാഡ്രിഡ് ഉണ്ടാക്കിയ ചരിത്രത്തിന്റെ അടിത്തറയും നട്ടെല്ലുമായിട്ട് മാറുകയാണ്. 2014 12 വർഷങ്ങൾക്ക് ശേഷം റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉയർത്തുവാണ്. അങ്ങനെ ആ ലാഡസിമ കിരീടത്തിലേക്ക് നിർണായകമായിട്ടുള്ള സെർജിയോ റാമോസിന്റെ കോർണർ കിക്കിലേക്ക് തലവെക്കാൻ പാകത്തിനുള്ള കോർണർ കിക്ക് വരുന്നത് ലൂക്ക മോഡ്രിച്ചിന്റെ കാലിൽ നിന്നാണ്. ആ കോർണർ എടുക്കാൻ പോകുന്ന ലൂക്ക മോഡ്രിച്ചിനെ എനിക്ക് തോന്നുന്നു റയൽ മാഡ്രിഡ് ആരാധകർ ഒരിക്കലും മറക്കത്തില്ല. 12 വർഷത്തിന് ശേഷം നമ്മൾ കളിക്കുന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനലാണെന്നോ, നമ്മൾ 1-0 ബാക്കിലാണെന്നോ, ഇത് തോറ്റു കഴിഞ്ഞാൽ നമുക്ക് കപ്പില്ലാന്നോ ഒന്നും അയാളുടെ മൊത്തം ടെൻഷൻ ഇല്ലായിരുന്നു. ഭയങ്കര കൂളായിട്ട് 2 കാലിലും പന്ത് തട്ടി കോർണറിലേക്ക് പോയിട്ട് കോർണർ എടുത്തുനിന്നാണ് സെർജിയോ റാമോസിന്റെ ആ പ്രസിദ്ധമായിട്ടുള്ള ഗോൾ വരുന്നത്. ഒരുപക്ഷെ ലൂക്ക മോഡ്രിച്ചിന്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു കോൺഫിഡൻസ് ആണ് 14 ശേഷം 24 വരെ റയൽ മാഡ്രിഡ് തുടർച്ചയായിട്ട് നേടിയ എല്ലാ വിജയങ്ങൾക്കും കിരീടങ്ങൾക്കും അടിത്തറയായത് എന്ന് പറയേണ്ടി വരും. അങ്ങനെ വീണ്ടും 2022 റയൽ മാഡ്രിഡ് 3-4 വർഷത്തോളം ചാമ്പ്യൻസ് ലീഗ് ഇല്ലാണ്ട് അങ്ങനെ ഒരു കിരീട വരൾച്ചയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അവസാനിപ്പിക്കാൻ ചെൽസിക്കെതിരെ ഓൾമോസ്റ്റ് പുറത്തായി എന്നുള്ളൊരു അവസ്ഥയാണ് 2022 റയൽ മാഡ്രിഡ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് വീണ്ടും റയൽ മാഡ്രിഡ് തിരിച്ചു വരുന്നത് ലൂക്ക മോഡ്രിച്ച് എന്ന് പറയുന്ന ഒരു മജീഷ്യന്റെ കാലിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു മാന്ത്രിക നിമിഷത്തിൽ നിന്നാണ്. ഒരു അത്യുഗ്രൻ ട്രിവേള പാസ്. അന്ന് തല വെച്ചത് സെർജിയോ റാമോസ് ആണെങ്കിൽ ഇന്ന് തല വെക്കാൻ അല്ലെങ്കിൽ ഇന്ന് ആ പന്ത് വലയിലേക്ക് എത്തിക്കാൻ ഉണ്ടായിരുന്നത് റോഡ്രിഗോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അത് കഴിഞ്ഞ് 2024 ബയേൺ മ്യൂണിക്കെതിരെ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ നടക്കുമ്പോൾ ബയേണിന്റെ പോസ്റ്റിന്റെ അവിടെ നിന്ന് എടുത്ത കോർണർ കിക്ക്, മോഡ്രിച്ചാണ് കോർണർ എടുക്കുന്നത്, ആ എടുത്ത കോർണർ ബയേണിന്റെ ഒരു കൗണ്ടർ അറ്റാക്ക് ആയിട്ട് മാറുമ്പോൾ ആ കോർണറിൽ നിന്നിട്ട് ഈ അറ്റം വരെ ഓടി വന്ന് റയൽ മാഡ്രിഡിന്റെ ബോക്സിൽ നിന്ന് ബയേൺ പ്ലെയറെ കയ്യിൽ നിന്ന് ബോൾ വിൻ ചെയ്യുന്ന ഒരു ലൂക്ക മോഡ്രിച്ചിന്റെ വീഡിയോ UEFA അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അസാമാന്യ വേഗത്തിൽ ഓടിപ്പോയിട്ട് ആ ബോൾ തിരിച്ചെടുക്കുമ്പോൾ ലൂക്ക മോഡ്രിച്ചിന്റെ വയസ്സ് എന്ന് പറയുന്നത് 38 വയസ്സാണ്. 38 വയസ്സിൽ ലോകത്തിനെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരുന്നു അന്ന് അയാളുടെ ആ പാഷൻ, ഫുട്ബോളിന് വേണ്ടി അയാൾ പിച്ചിൽ എന്ത് കൊടുക്കുമെന്ന് തെളിയിക്കുന്ന ഒരു ഓട്ടം അയാൾ ഇടുന്നത്. ആ സമയത്ത് അയാൾ 5 ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുള്ള കാര്യം മറക്കാൻ പാടില്ല. അപ്പോഴും അയാൾക്ക് ഫുട്ബോളിനോടുള്ള പാഷൻ ആയിരുന്നു അവിടെ. ഈ 2012-13 സീസണിൽ ഏറ്റവും മോശം സൈനിങ് ആയിട്ട് മാധ്യമങ്ങൾ മുദ്ര കുത്തിയ ലൂക്ക മോഡ്രിച്ച് 2025 സീസണിന്റെ അവസാനം റയൽ മാഡ്രിഡ് വിടുമ്പോൾ ക്ലബ്ബ് കണ്ട അല്ലെങ്കിൽ ക്ലബിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ട്രോഫി നേടിയ താരം എന്നുള്ള ലേബലിലാണ് ഇവിടെ ഇറങ്ങി പോകുന്നത്. അതും
28 വയസ്സിന് ശേഷമാണ് അയാൾ ഈ കരിയർ കംപ്ലീറ്റ് റീസ്ട്രക്ചർ ചെയ്ത് എടുക്കുന്നത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. 2018 റഷ്യൻ ലോകകപ്പിന്റെ ഫൈനലിലേക്ക് ക്രൊയേഷ്യ നടന്നു കയറുന്നത് ഒരുപക്ഷെ മോഡ്രിച്ചിന്റെ ചിറകിലേറിയാണെന്ന് പറഞ്ഞാൽ അതൊരു അതിശോക്തിയാവുന്നില്ല. ടൂർണമെന്റിലുടനീളം അന്യായ പെർഫോമൻസ് കാഴ്ചവെച്ച ലൂക്ക മോഡ്രിച്ച് ആ ടൂർണമെന്റിലെ ഗോൾഡൻ ബോൾ നേടിയ പതിറ്റാണ്ടുകളോളം മെസ്സി റൊണാൾഡോ ബാലൻഡിയോർ യുഗം അവസാനിപ്പിച്ചിട്ട് മറ്റൊരു കളിക്കാരൻ ബാലൻഡിയോർ നേടുക, അതായത് 2018 ബാലൻഡിയോർ നേടുന്നത് ലൂക്ക മോഡ്രിച്ച് എന്ന് പറയുന്ന നമ്മൾ മുന്നേ സംസാരിച്ച യുദ്ധമുഖങ്ങളിൽ നിന്ന് ടോട്ടനം വഴി റയൽ മാഡ്രിഡിലെത്തിയ ക്രൊയേഷ്യയുടെ താരമാണ്. അപ്പോൾ അതിന് അവസാനം കുറിക്കുന്നവട്ടെ മെസ്സി റൊണാൾഡോ മെസ്സി റൊണാൾഡോ മെസ്സി റൊണാൾഡോ എന്നുള്ള രീതിയിലുണ്ടായിരുന്ന ഒരു ബാലൻഡിയോർ കാലഘട്ടത്തിനാണ്. 40ാമത്തെ വയസ്സിൽ റയൽ മാഡ്രിഡിൽ നിന്ന് മിലാനിലേക്ക് AC മിലാൻ എന്ന് പറയുന്ന ലെജൻഡറി ക്ലബിലേക്ക് പോകുമ്പോഴും മോഡ്രിച്ചിന്റെ കളിക്ക് യാതൊരു കുറവും വന്നിട്ടില്ല. മിലാന്റെ തുടക്കത്തിലെ കളികളിൽ പലതിലും ഭയങ്കര എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ലൂക്ക മോഡ്രിച്ചിന്റെ ഭാഗത്തുനിന്ന് വന്നു. ഒരു പക്ഷേ മിലാൻ സീരിയയെ കിരീടം നേടുമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് പോലും മിലാന്റെ പ്രകടനം മുന്നിലേക്ക് പോയപ്പോൾ അതിന്റെ ബാക്ക് എന്ന് പറയുന്നത് 40 വയസ്സുകാരൻ ലൂക്ക മോഡ്രിച്ച് ആയിരുന്നു. എന്തിനേറെ പറയുന്നു, ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരം ക്രൊയേഷ്യ വേഴ്സസ് പോർച്ചുഗൽ, അതിലും ഒരു 40 വയസ്സുകാരനാണ് കളിക്കുന്നത് എന്നുള്ള തോന്നൽ ഒരിക്കലും ലൂക്ക മോഡ്രിച്ച് തരാറില്ല. ഓൾവേസ് ഹി വിൽ പ്രൊഡ്യൂസ് സംതിങ് മാജിക്കൽ എന്നുള്ളത് നമുക്കിങ്ങനെ തോന്നും. ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിൽ ഒന്നിനു വേണ്ടി കളിക്കുമ്പോൾ ഹെയ്റ്റേഴ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര സ്വാഭാവികമാണ്. എന്നിട്ട് പോലും പറയത്തക്ക ഹെയ്റ്റേഴ്സ് ഒന്നുമില്ലാണ്ട് എതിരാളികൾ പോലും കൈയടിക്കുന്ന രീതിയിലേക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ലൂക്ക മോഡ്രിച്ചിനെ കൊണ്ട് മാത്രം സാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ലൈക്ക് ആക്ച്വലി വാട്ട് എ കരിയർ ലൂക്ക മോഡ്രിച്ച് ഹാഡ്. ഒന്നുമല്ല എന്ന് മാധ്യമങ്ങൾ മുദ്ര കുത്തിയോടത്തുനിന്ന് എല്ലാമായിട്ട് ഈ ഗെയിം കണ്ട തന്നെ ഏറ്റവും വലിയൊരു ലെജൻഡായിട്ട് കരിയർ അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ വാട്ട് എ കരിയർ ആക്ച്വലി ലൂക്ക മോഡ്രിച്ച് ഹാഡ് മാൻ. ഗ്രാസിയാസ് ലൂക്കിറ്റ. ലൈക്ക് നിങ്ങൾ ഈ കളി അവസാനിപ്പിക്കുന്നത് നിങ്ങൾ ഒരു ക്ലബിന്റെ ഒരു രാജ്യത്തിന്റെ ഒരു ലെജൻഡായിട്ടല്ല അവസാനിപ്പിക്കുന്നത്. പകരം ഫുട്ബോൾ എന്ന് പറയുന്ന ഏതോ കാലം തൊട്ട് ലോകത്ത് എല്ലാവരും ആസ്വദിച്ചു വരുന്ന ഫോളോ ചെയ്തു വരുന്ന ഒരു സ്പോർട്സിന്റെ തന്നെ ഒരു ലെജൻഡായിട്ടാണ്. യു വിൽ ബി ഓൾവേസ് റിമെമ്പേർഡ് ഫോർ വാട്ട് എവർ യു ഹാവ് ഡൺ ടു ദിസ് ഗ്രേറ്റ് സ്പോർട്സ്.